മരണത്തിനൊരു ഗുണനിലവാരമുണ്ടോ? ജീവിതത്തിൻ്റെ ഗുണനിലവാരമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ് മുഴുവൻ നമ്മൾ ABCD മുതൽ പഠിക്കുന്നത് മുതൽ ഇവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ, ലോ, പോലീസ്, റോഡ് എല്ലാം ജീവിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ളതാണ്. എന്നാൽ 100% മരിക്കുമെന്ന് ഉറപ്പുള്ള, സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മരണത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ മെഡിക്കൽ പ്രൊഫഷൻ പോലും എത്രത്തോളം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എവിടെ മരിക്കാനാണ് താല്പര്യം? റോട്ടിലാണോ, ഹോസ്പിറ്റലിലാണോ, ICUവിലാണോ, വീട്ടിലാണോ? 90% മുകളിലും ആളുകൾ പറയാറുള്ളത് വീടുകളിൽ വെച്ച് മരിക്കാനാണ്. നേരത്തെ സാറ് പറഞ്ഞു, പെട്ടെന്നുള്ള മരണത്തിൻ്റെ റേറ്റ് കുറവാണ്. ഏകദേശം 10% താഴെ ആളുകൾ മാത്രമേ പെട്ടെന്ന് മരണപ്പെടുന്നുള്ളൂ. നമ്മളോടിപ്പോൾ ചോദിച്ചാൽ 90% മുകളിലും ആളുകൾ പറയാ പെട്ടെന്ന് മരിക്കാനാണ് ആഗ്രഹമെന്നാണ്. ആ 2 ആഗ്രഹങ്ങളും നടക്കാൻ ഇന്നത്തെ മെഡിക്കൽ സാഹചര്യത്തിൽ നമുക്ക് സാഹചര്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, സാർ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ലൈഫ് സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ കിടപ്പിലായിപ്പോയവരുടെ, മരണാസന്നരായവരുടെ ചികിത്സയ്ക്ക്, അവരെ പരിചരിക്കുന്നതിന് അവരുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൂടി പ്രാപ്തരാവണം എന്നുള്ളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൂടിയാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ പലരും വന്നിട്ടുണ്ടാവും. അതൊരു ജനകീയ സ്ഥാപനമാണ്, കൂട്ടായ്മയാണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. ഒരുപാട് ഞാനൊക്കെ പാലിയേറ്റീവ് സുരേഷ് സാറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊരു 10-15 വർഷം മുമ്പ് പാലിയേറ്റീവിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ മാനസികമായിട്ടൊരു ദുരന്ത മേഖലയായിട്ടും വേദനയും മരണവും ദുഃഖവും കരച്ചിലും മാത്രമുള്ളൊരു ലോകത്തേക്ക് സഫർ ചെയ്യാൻ തന്നെ നമ്മൾ അനുഭവിക്കാം എന്ന് തീരുമാനിച്ചെടുത്ത് ചാടുമ്പം ഇങ്ങനൊരു ലോകം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ദിവസവും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കണ്ണ് നനയുമ്പോളം തൃപ്തി നൽകുന്ന, അതായത് ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ലോകമാണത്. അപ്പം അവിടെ നിങ്ങൾക്കും റോളുണ്ട്. എപ്പോൾ വേണമെങ്കിലും വരാം, ഭാരവാഹികളുടെ ബന്ധപ്പെടാം. അവിടെ വന്ന് നേരത്തെ ആഷ്ലി പറഞ്ഞ പോലെ നമ്മുടെ സമയവും ആരോഗ്യവും അതിനു വേണ്ടി നമ്മളുടെ കൂടെയുള്ള മനുഷ്യരുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിനങ്ങളിൽ നമുക്കും ഒരു സാന്ത്വന, പരിചരണ, സാമീപ്യം നൽകാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും സ്വാഗതം. ഇത് പറഞ്ഞുകൊണ്ട് നന്ദിയോടെ ഈ അവാർഡ് സ്വീകരിച്ച് അറിയിക്കുന്നു. താങ്ക് യു.